നമസ്തേ. ഇപ്പം നമ്മൾ സംസ്കൃത ഭാഷാ പരിചയ എന്ന ടെക്സ്റ്റിലെ 4 ബ്ലോക്കുകൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി വരുന്നത് 5ാമത്തെ ബ്ലോക്കാണ്. ബ്ലോക്ക് 5 അലങ്കാര പരിചയ. ഇപ്പം സംസ്കൃത സാഹിത്യം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാവ്യം പഠിക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് അലങ്കാരങ്ങൾ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മറ്റ് ഭാഷകളിലും അലങ്കാരങ്ങളൊക്കെ ഉണ്ട്, സാഹിത്യത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്, മലയാളത്തിലും ഹിന്ദിയിലും ഒക്കെ. അപ്പോൾ സംസ്കൃത ഭാഷയിൽ ഈ അലങ്കാരത്തിന് വളരെ പ്രാധാന്യമുണ്ട്. ഓരോ കാവ്യങ്ങളിലും ഓരോരോ അലങ്കാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കവികൾ ഇത്രയും പ്രശസ്തരായി തീർന്നിട്ടുള്ളത്. ഇപ്പോൾ കാളിദാസ കവി അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഉപമാ കാളിദാസസ്യ എന്നാണ്. ഉപമാലങ്കാരമാണ് കാളിദാസന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത്. അങ്ങനെ രൂപകം, വക്രോക്തി, അങ്ങനെ പലതരം അലങ്കാരങ്ങൾ ഉണ്ട്. അപ്പോൾ സംസ്കൃതം എന്ന് പറയുന്നത്, സംസ്കൃത സാഹിത്യം എന്ന് പറയുന്നത് സംസ്കൃത സാഹിത്യ ശാസ്ത്രം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ സാഹിത്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? സാഹിത്യം എന്ന് പറയുമ്പോൾ കഥ, കവിത, നാടകങ്ങള്, മഹാകാവ്യങ്ങള്, ഖണ്ഡകാവ്യങ്ങള്, ഇവയിലെയൊക്കെ ഘടകങ്ങൾ എന്താണ് എന്ന് പറയുകയാണ്. അപ്പൊ കാവ്യത്തിന്റെ ലക്ഷണം, പ്രയോജനം, കാവ്യകാരണങ്ങള്, അതിൻ്റെ ഗുണങ്ങൾ, രീതികൾ, അലങ്കാരങ്ങൾ, ഇവയെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് എന്ത്? സാഹിത്യ ശാസ്ത്രം എന്ന് പറയുന്നത്. ഈ സംസ്കൃത സാഹിത്യ ശാസ്ത്രത്തെ തന്നെ അലങ്കാര ശാസ്ത്രം എന്നും പറയുന്നുണ്ട്. അലങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തൊന്നാണോ അലങ്കരിക്കുന്നത് അല്ലെങ്കിൽ ശോഭ കൂട്ടുന്നത്, ഭംഗി കൂട്ടുന്നത്, അലങ്കരിക്കുവാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ അലങ്കാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു സാഹിത്യ ശാഖയെ അല്ലെങ്കിൽ ഒരു സാഹിത്യത്തെ, കഥയെ അല്ലെങ്കിൽ മഹാകാവ്യത്തെ ഭംഗി കൂട്ടുവാൻ അല്ലെങ്കിൽ മനോഹരമാക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണോ അവയെയാണ് അലങ്കാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അതിൽ ഈ അലങ്കാര ശാസ്ത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. രസം വരുന്നുണ്ട്, ഗുണം വരുന്നുണ്ട്, രീതി, ഔചിത്യം, അലങ്കാരം, അങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് അലങ്കാരങ്ങൾ. അലങ്കാരങ്ങൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് പദ്യ സാഹിത്യത്തിലാണ്. മഹാകാവ്യങ്ങളിലും ഖണ്ഡകാവ്യങ്ങളിലും ഒക്കെയാണ് അലങ്കാരങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ അലങ്കാരത്തിന് ഒരു ഡെഫിനിഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. അലങ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കാവ്യശോഭാകരാൻ ധർമാൻ അലങ്കാരാൻ പ്രചക്ഷതേ. കാവ്യത്തിന് ശോഭ നൽകുന്ന, മനോഹാരിത നൽകുന്ന ധർമ്മങ്ങളെയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗുണങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്? അലങ്കാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ കാവ്യത്തിന് ശോഭ നൽകാൻ ഉപയോഗിക്കുന്ന ഘടകങ്ങളെയാണ് അലങ്കാരങ്ങൾ എന്ന് പറയുന്നത്. ഇതി ആചാര്യദണ്ഡിനഃ വചനാനുസാരേണ ന കേവലം ശബ്ദാർത്ഥമലങ്കാരാः അപിതു കാവ്യശോഭാകാരിണോ ഗുണരീത്യാദയോ ഹി അലങ്കാര ഏവ. അപ്പോൾ ശബ്ദത്തിലും അർത്ഥത്തിലുമുള്ള ചില ഘടകങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുള്ള അലങ്കാരങ്ങൾ അല്ലാതെ തന്നെ ഗുണവും രീതിയും മുതലായിട്ടും എന്തുണ്ട്? കാവ്യത്തിന് ശോഭ നൽകുന്ന ഘടകങ്ങൾ വേറെയും ഉണ്ട്. അസ്മിൻ പാഠ്യാംശേതു അലങ്കാര ശബ്ദേന യമക അനുപ്രാസാദയഃ ശബ്ദാലങ്കാരാः ഉപമാ ഉത്പ്രേക്ഷാദയഃ അർത്ഥാലങ്കാരാः ചൈവ വിവക്ഷ്യന്തെ. അപ്പോൾ ഈ പാഠഭാഗത്തിൽ പറയുന്നത് എന്താണ്? യമകം, അനുപ്രാസം മുതലായ ശബ്ദാലങ്കാരങ്ങളും അതുപോലെ ഉപമ, ഉൽപ്രേക്ഷ മുതലായ അർത്ഥാലങ്കാരങ്ങളുമാണ് പ്രതിപാദിക്കുന്നത്. വേദ ഉപകാരകത്വാത്
അലങ്കാരശാസ്ത്രസ്യ സപ്തമം വേദാംഗത്വം വർത്തതെ. അപ്പൊ നമ്മൾ പൊതുവായി പറയാറുള്ളത് 6 വേദാംഗങ്ങൾ എന്നാണ്. ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം എന്നിങ്ങനെ വേദത്തെ അറിയുവാൻ സഹായിക്കുന്ന 6 വേദാംഗങ്ങളുണ്ട് എന്ന് പറയാറുണ്ട്. ഈ അലങ്കാരങ്ങളും വേദത്തെ അറിയുവാൻ സഹായിക്കുന്നത് തന്നെയാണ്, വേദത്തിൽ ഉപകാരം ചെയ്യുന്നവയാണെന്നതുകൊണ്ട് തന്നെ ഈ അലങ്കാര ശാസ്ത്രത്തെ എന്തായി കണക്കാക്കുന്നുണ്ട്? 7ാമത്തെ വേദാംഗമായിട്ട് കണക്കാക്കുന്നുണ്ട്. സാഹിത്യവിദ്യ പഞ്ചമി വിദ്യ ഇത്യുച്യത്തെ. സാഹിത്യവിദ്യ, സാഹിത്യത്തിലുള്ള അറിവ് അല്ലെങ്കിൽ ആ പഠനത്തെ എന്ത് പറയുന്നു? 5ാമത്തെ വിദ്യ എന്നും പറയുന്നുണ്ട്, പഞ്ചമി വിദ്യ. അലങ്കാരശാസ്ത്രേ അഷ്ടൗ പദ്ധതയഃ സന്തി. അലങ്കാരശാസ്ത്രത്തിൽ 8 പദ്ധതികൾ അല്ലെങ്കിൽ സിദ്ധാന്തങ്ങൾ ഉണ്ട്. ഏതൊക്കെയാണവ? രസ, അലങ്കാര, ഗുണ, രീതി, ധ്വനി, അനുമാന, വക്രോക്തി, ഔചിത്യ പദൈഹി വ്യപദിശ്യത്തെ. ഈ പദ്ധതികളെ 8 പദ്ധതികളെ രസസിദ്ധാന്തം, അലങ്കാര സിദ്ധാന്തം, ഗുണസിദ്ധാന്തം, രീതി സിദ്ധാന്തം, ധ്വനി സിദ്ധാന്തം, അനുമാന സിദ്ധാന്തം, വക്രോക്തി സിദ്ധാന്തം, ഔചിത്യ സിദ്ധാന്തം എന്നിങ്ങനെയാണ് പറയുന്നത്. താസു പദ്ധതിസു, ഈ പദ്ധതികളിൽ വെച്ച് ഭാമഹാദയഃ അലങ്കാരേഭ്യഃ പ്രാധാന്യം കൽപ്പയന്തി. ഈ പദ്ധതികളിൽ ഭാമഹൻ മുതലായ ആലങ്കാരികന്മാർക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. അലങ്കാരസ്യ പ്രാധാന്യം ഉദ്ഭടഃ, രുദ്രടഃ, രാജശേഖരഃ, രുയ്യകഃ, ജയദേവഃ, വിദ്യാനാഥഃ, വിശ്വനാഥഃ, അപ്പയ്യ ദീക്ഷിതഃ ഇത്യാദയോ അലങ്കാര നിപുണാഃ അംഗീകുർവന്തി. അലങ്കാരത്തിന്റെ പ്രാധാന്യത്തെ ഉദ്ഭടൻ, രുദ്രടൻ, രാജശേഖരൻ, വിദ്യാനാഥൻ, വിശ്വനാഥൻ മുതലായിട്ടുള്ള അലങ്കാര പണ്ഡിതന്മാർ അംഗീകരിക്കുന്നുണ്ട്. കാളിദാസ പ്രഭൃതയഃ കവയഃ അപി സ്വസ്വകാവ്യേഷു അലങ്കാരാണാം സാന്നിധ്യേന ഭാഷാം കാവ്യമണ്ഡലം ച സമലംകൃതവന്തഃ. കാളിദാസൻ മുതലായ കവികൾ എന്താണ്? സ്വന്തം കാവ്യങ്ങളിൽ അലങ്കാരങ്ങളുടെ സാന്നിധ്യത്തിലൂടെ ഭാഷയെയും കാവ്യമണ്ഡലത്തെയും അലങ്കരിക്കുന്നുണ്ട്. അപ്പയ്യ ദീക്ഷിതഃ ഷോഡശേ ശതകേ സ്വജീവിതേന സാഹിത്യ നഭോമണ്ഡല പ്രശോഭയാമാസ. അപ്പയ്യ ദീക്ഷിതർ എന്ത് ചെയ്തു? 16ാം ശതകത്തിൽ തൻ്റെ ജീവിതം കൊണ്ട് തന്നെ സാഹിത്യ മണ്ഡലത്തിൽ ശോഭനമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. കാവ്യശാസ്ത്രേ തസ്യ യോഗദാനം സമുന്നതമേവ. അപ്പയ്യ ദീക്ഷിതരുടെ സാഹിത്യശാസ്ത്ര ശാഖയ്ക്കുള്ള സംഭാവനകൾ അദ്വിതീയമാണ്, അത്യുന്നതമാണ്. തേന മഹാത്മന ചതുരധികശതമിതാഃ ഗ്രന്ഥാഃ രചിതാഃ. അദ്ദേഹം ഒരു 400-ലധികം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. അവയിൽ ചിത്രമീമാംസ, കുവലയാനന്ദഃ, വൃത്തിവാർത്തികം ച കാവ്യശാസ്ത്ര സംബന്ധാഃ. ചിത്രമീമാംസ, കുവലയാനന്ദം, വൃത്തിവാർത്തികം മുതലായവ എന്താണ്? കാവ്യശാസ്ത്രത്തെ സംബന്ധിച്ച് ഉള്ളവയാണ്. കുവലയാനന്ദഃ അർത്ഥാലങ്കാര സംബന്ധോ ഗ്രന്ഥഃ. കുവലയാനന്ദം എന്ന ഗ്രന്ഥം അപ്പയ്യ ദീക്ഷിതരുടേതാണ്. അതിൽ അലങ്കാരങ്ങളെ സംബന്ധിക്കുന്ന, അതായത് അർത്ഥ അലങ്കാരങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് കുവലയാനന്ദം. ആരാണ് രചിച്ചത്? അപ്പയ്യ ദീക്ഷിതർ. അപ്പയ്യ ദീക്ഷിതരാണ് കുവലയാനന്ദം എന്ന ഗ്രന്ഥം രചിച്ചത്. അതിൽ അർത്ഥ അലങ്കാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. തസ്മിൻ ത്രിവിംശത്യധികശതം അലങ്കാരാഹ നിരൂപിതാഹ. അതിൽ 123 അലങ്കാരങ്ങളെ പറ്റി പറയുന്നുണ്ട്. തേഷു ഷഡ്നവതി അലങ്കാരാഹ ജയദേവസ്യ ചന്ദ്രാലോക ഗൃഹീതാഹ. അതില് 96 അലങ്കാരങ്ങൾ ഇവിടെ നിന്ന് എടുത്താണ്? ജയദേവന്റെ ചന്ദ്രാലോകം എന്ന ഗ്രന്ഥത്തിൽ നിന്നും എടുത്തതാണ്. ശേഷാഹ സപ്തദശ അപ്പയ്യ ദീക്ഷിതേന സ്വയമേവ ഉദ്ഭാവിതാഹ അന്യേഭ്യോ ഗൃഹീതാഹ വ.
അതിൽ 17 ബാക്കി 17 അപ്പയ്യ ദീക്ഷിതർ സ്വയം കണ്ടെത്തിയതോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും സ്വീകരിച്ചതോ ആണ്. ദീക്ഷിത മഹാശയേന നിരൂപിതേഷു അലങ്കാരേഷു ഉപമ ഉൽപ്രേക്ഷ ദീപകം പ്രതിവസ്തുപമാൽ പ്രകൃതയഃ അലങ്കാരാः സാദൃശ്യമൂലകാः ഭവന്തി. അപ്പയ്യ ദീക്ഷിതർ നിരൂപിച്ചതായിട്ടുള്ള അലങ്കാരങ്ങളിൽ ഉപമ ഉൽപ്രേക്ഷ ദീപകം പ്രതിവസ്തുപമ മുതലായ അലങ്കാരങ്ങൾ സാദൃശ്യമൂലകങ്ങളാണ്. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള സാദൃശ്യത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അലങ്കാരങ്ങളാണ് ഉപമ ഉൽപ്രേക്ഷ രൂപകം പ്രതിവസ്തുപമ മുതലായവ. തേഷാം അധ്യയനം അസ്മാഭിഹി കാര്യം. അവയുടെ അധ്യയനമാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റിൽ പറയുന്ന അലങ്കാരം ഏതാണ്? ഉപമാലങ്കാരമാണ്. ഉപമാലങ്കാരത്തെ കുറിച്ചാണ് ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അർത്ഥാലങ്കാരമാണ് എന്ത്? ഉപമാലങ്കാരം. ഉപമ ഉപമീയതേ ഇതി ഉപമ. ഉപമ സാദൃശ്യമൂലകഃ ഭേദാഭേദ പ്രധാനഃ അലങ്കാരഃ ഭവതി. ഉപമീയതേ ഇതി ഉപമ. ഒന്നിനെ മറ്റൊന്നിനോട് സാദൃശ്യം പറയുന്നതാണ്, ഉപമിക്കുന്നതാണ് എന്ത്? ഉപമ എന്ന് പറയുന്നത്. സാദൃശ്യം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു വസ്തുവിനെ പോലെ തന്നെ മറ്റൊരു വസ്തു ഉണ്ടാവുക, അതിൽ നിന്ന് ഭിന്നമാണ് എന്നാൽ അതുപോലെ തന്നെയാണ് എന്ന് പറഞ്ഞ് ഉണ്ടാകുന്നതാണ് എന്ത്? സാദൃശ്യം എന്ന് പറയുന്നത്. അപ്പോൾ എവിടെയാണോ രണ്ട് വസ്തുക്കൾ തമ്മിൽ സാദൃശ്യം പറയുന്നത് അവിടെയാണ് എന്ത്? ഉപമാലങ്കാരം വരുന്നത്. ഉപമാ യത്ര സാദൃശ്യലക്ഷ്മി ഉല്ലസതി ദ്വയോഹോ ഹംസീവ കൃഷ്ണ യത്കീർത്തി സ്വർഗംഗാമവഗാഹതേ. ഇത് ഉപമാലങ്കാരത്തിന്റെ ലക്ഷണവും ഉദാഹരണവും പറയുന്ന ശ്ലോകമാണ്. ഉപമ യത്ര സാദൃശ്യലക്ഷ്മി ഉല്ലസതി ദ്വയോഹോ, അത് ലക്ഷണമാണ്. ഹംസീവ കൃഷ്ണ തേ കീർത്തി സ്വർഗംഗാമവഗാഹതേ, അതെന്താണ്? അത് ഉദാഹരണമാണ്. ഇനി നോക്കാം. യത്ര യസ്മിൻ കാവ്യേ, യാതൊരു കാവ്യത്തിലാണോ എവിടെയാണോ ദ്വയോഹോ ഉപമാന ഉപമേയോഹോ, രണ്ട് വസ്തുക്കളുടെ ഉപമാനം ഉപമേയം. ഉപമാനം എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായിട്ടുള്ള വസ്തു, എല്ലാവർക്കും അറിയുന്ന എന്തിനെ വെച്ചാണോ സാദൃശ്യം പറയുന്നത് ആ വസ്തുവാണ് ഉപമാനം. ഉപമേയം എന്ന് പറഞ്ഞാൽ എന്തിനെയാണോ വർണ്ണിക്കേണ്ടത് അതാണ് ഉപമേയം. ഇപ്പോൾ ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ് ഉപമാനം. ചന്ദ്രനെ എല്ലാവർക്കും അറിയാം. നിൻമുഖം, നിന്റെ മുഖത്തെയാണ് വർണ്ണിക്കേണ്ടത്, അതാണ് ഉപമേയം. ഇപ്പൊ പ്രസിദ്ധമായിട്ടുള്ള വസ്തു എപ്പോഴും ഉപമാനമായിരിക്കും. അപ്രസിദ്ധമായിട്ടുള്ള വസ്തു അല്ലെങ്കിൽ നമുക്ക് എന്തിനെയാണോ വർണ്ണിക്കേണ്ടത് അത് ഉപമേയം ആയിരിക്കും. ഉപമാന ഉപമേയോഹോ സാദൃശ്യലക്ഷ്മി, രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഉപമാന ഉപമേയങ്ങൾ തമ്മിലുള്ള സാദൃശ്യലക്ഷ്മി, സാദൃശ്യമാകുന്ന ലക്ഷ്മി അഥവാ സമ്പത്ത് അല്ലെങ്കിൽ ഐശ്വര്യം, ഉല്ലസതി ശോഭിക്കുന്നത്, തത്ര അവിടെ എന്തുവരും? ഉപമാലങ്കാരം വരും. ഇനി അതിന് ഉദാഹരണമാണ് പറഞ്ഞിരിക്കുന്നത്. ഹംസീവ കൃഷ്ണ തേ കീർത്തി സ്വർഗംഗാമവഗാഹതേ. ഹേ കൃഷ്ണ, എന്താണ് അർത്ഥം? സംബോധന പ്രഥമയാണ്. ഹേ കൃഷ്ണ, അല്ലയോ കൃഷ്ണ, തേ കീർത്തി, നിന്റെ കീർത്തി, അങ്ങയുടെ കീർത്തി, ഹംസി ഇവ അരയന്ന പിട പോലെ, ആകാശഗംഗ ആകാശഗംഗയിൽ, അവഗാഹതേ മുങ്ങിത്തുടിക്കുന്നു അല്ലെങ്കിൽ നീന്തിത്തുടിക്കുന്നു. അപ്പോ ഹംസത്തെ പോലെ തന്നെ അരയന്ന പിടയെ പോലെ തന്നെ നിന്റെ കീർത്തിയും എന്താണ്? സ്വർഗത്തിൽ വരെ എത്തിയിരിക്കുന്നു. അപ്പോ അരയന്ന പിട സ്വർഗത്തിലെ ഗംഗയിൽ നീന്തി തുടിക്കുന്നത് പോലെ നിന്റെ കീർത്തിയും നീന്തി തുടിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിന്റെ കീർത്തി സ്വർഗത്തിൽ പോലും പ്രസിദ്ധമായിരിക്കുന്നു. അപ്പോ കൃഷ്ണന്റെ കീർത്തി എന്തുപോലെയാണ് എന്നാ പറയുന്നത്? അരയന്നത്തെ പോലെയാണ്. ഇത് രണ്ടും എന്താ ചെയ്യുന്നത്? സ്വർഗംഗയിൽ നീന്തി തുടിക്കുകയാണ് ചെയ്യുന്നത്.
ഇനി ഉപമായാഹ ചത്വാരോ അവയവാഹ സന്ധി. അപ്പൊ ഇവിടെ കീർത്തി, കൃഷ്ണന്റെ കീർത്തിയും ഹംസവും തമ്മിലുള്ള അരയന്നപ്പിടയും തമ്മിലുള്ള സാദൃശ്യം പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഉപമാലങ്കാരമാണ് വരുന്നത്. ഇനി ഉപമാലങ്കാരത്തിന് 4 ഘടകങ്ങളുണ്ട്. ചത്വാരോ അവയവാഹ സന്ധി. ഉപമയ്ക്ക് എത്ര അവയവങ്ങളുണ്ട് ചോദിച്ചാൽ ചത്വാരഹ 4 ഘടകങ്ങളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഉപമാനം, ഉപമേയം, ഉപമാവാചക ശബ്ദം, സാധാരണ ധർമ്മം എന്നിങ്ങനെ 4. ഉപമാനം, ഉപമേയം, സാധാരണ ധർമ്മം, ഉപമാവാചക ശബ്ദം. യേന ഉപമീയതേ തത് ഉപമാനം. യാതൊന്നുകൊണ്ടാണോ ഉപമിക്കുന്നത് അല്ലെങ്കിൽ യാതൊന്നിനോടാണോ ഉപമിക്കുന്നത് അതാണ് ഉപമാനം. അതായത് ഏത് വസ്തുവിനോടാണോ, ഇപ്പൊ ചന്ദ്രനോടാണ് ഉപമിക്കുന്നതെങ്കിൽ ചന്ദ്രനാണ് ഉപമാനം. പ്രസിദ്ധം വസ്തു ഉപമാനം. പ്രസിദ്ധമായിട്ടുള്ള വസ്തുവാണ് എപ്പോഴും ഉപമാനമായിട്ട് ഉള്ളത്. അത്ര ഹംസി ഉപമാനം. ഈ ഉദാഹരണ ശ്ലോകത്തില് ഹംസി അരയന്നപ്പിടയാണ് ഉപമാനമായിട്ട് വരുന്നത്. യത് ഉപമീയതേ തത് ഉപമേയം. യാതൊന്നിനെയാണോ ഉപമിക്കുന്നത്, അപ്പൊ മുഖത്തെയാണ് നമുക്ക് സാദൃശ്യം പറയേണ്ടത് അല്ലെങ്കിൽ വർണ്ണിക്കേണ്ടത്, അതാണ് ഉപമേയം. യാതൊന്നിനെയാണോ ഉപമിക്കേണ്ടത് അതാണ് ഉപമേയം. അപ്രസിദ്ധം വസ്തു, അതായത് അധികം പ്രസിദ്ധമല്ലാത്ത വസ്തു ഏതാണോ അതാണ് ഉപമേയം. അതെന്തായിരിക്കും? ന്യൂനഗുണം, മറ്റതിനെ അപേക്ഷിച്ച് ഗുണം കുറവായിരിക്കും. നമ്മൾ ഏതിനെയാണോ വർണ്ണിക്കാൻ ഉദ്ദേശിക്കുന്നത് അതാണ് ഉപമേയം ആയിട്ട് വരുന്നത്. ഈ പറഞ്ഞ ശ്ലോകത്തിൽ ഏതാണ്? കീർത്തി, കൃഷ്ണന്റെ കീർത്തിയാണ് ഉപമേയം. ആഹ്ലാദകത്വാദികം സാധാരണ ധർമ്മ. അപ്പൊ ഈ 2 ഇതിനും, കീർത്തിക്കും ഹംസത്തിനും പൊതുവായിട്ടുള്ള എന്താണ്? സ്വർഗം കീഴിൽ നീന്തി തുടിക്കുന്നു എന്നാണ് സാധാരണമായിട്ട് പൊതുവായിട്ട് വരുന്ന ധർമ്മം. അതായത് ആഹ്ലാദത്തെ നൽകുന്നു, മറ്റുള്ളവർക്ക് ആഹ്ലാദം നൽകുന്നു എന്നതാണ് സാധാരണ ധർമ്മം. ഇവിടെ സ്വർഗംഗാവഗാഹനം, സ്വർഗം കീഴിൽ നീന്തി തുടിക്കുന്നു അല്ലെങ്കിൽ മുങ്ങി കുളിക്കുന്നു എന്നുള്ളതാണ് സാധാരണ ധർമ്മമായിട്ട് വരുന്നത്. എല്ലായ്പ്പോഴും എന്താണ്? ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് പറയുമ്പോൾ അവിടെ ശോഭയാണ്, മനോഹാരിത, ആഹ്ലാദദായകത്വമാണ് സാധാരണ ധർമ്മമായിട്ട് വരുന്നത്. ഈ ശ്ലോകത്തിൽ എന്താണ്? സ്വർഗംഗ അവഗാഹനം, സ്വർഗംഗയിൽ നീന്തി തുടിക്കുക എന്നതാണ് സാധാരണ ധർമ്മമായിട്ട് വരുന്നത്. ഇവ മുതലായ ശബ്ദങ്ങൾ എന്താണ്? ഉപമാവാചക ശബ്ദങ്ങളാണ്. ഇപ്പൊ ഉപമാലങ്കാരമാണ് എന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും? ഇവ എന്ന ശബ്ദം പ്രയോഗിച്ചിരിക്കും. സാദൃശ്യം നാമ തദ്ഭിന്നത്വേ സതി തദ്ഗത ഭൂയോ ധർമ്മവത്വം. സാദൃശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? 2 എണ്ണവും ഭിന്നമാണ്, വ്യത്യസ്ത വസ്തുക്കളാണ് എന്നുണ്ടെങ്കിലും 2ലും ഒരേ ധർമ്മങ്ങൾ അല്ലെങ്കിൽ ഒരേ ഗുണങ്ങൾ അല്ലെങ്കിൽ ഒരേ സ്വഭാവങ്ങൾ ഉണ്ടായിരിക്കുക എന്നതാണ് സാദൃശ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്ര ഹംസി കീർത്തിശ്ച. ഇവിടെ ഹംസിയും അരയന്നവും കീർത്തിയും ഒരുപോലെ സ്വർഗംഗയിൽ മുങ്ങിക്കുളിക്കുന്നു എന്നതാണ് അവയുടെ സമാനധർമ്മം എന്ന് പറയുന്നത്. ഇനി ഉപമാലങ്കാരം 2 വിധത്തിലുണ്ട്. പൂർണ്ണ, ലുപ്ത എന്നിങ്ങനെ. ഇപ്പൊ പൂർണ്ണ, ആ പേരിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പൂർണ്ണോപമ, 4 ഘടകങ്ങളും വരുന്ന ഉപമാലങ്കാരം എവിടെയാണോ പ്രയോഗിച്ചിട്ടുള്ളത് അവിടെ പൂർണ്ണോപമ വരും. പിന്നെ ഏതെങ്കിലും 1-2 ഘടകങ്ങൾ ഇല്ലാതിരിക്കുന്ന ഉപമാലങ്കാര സന്ദർഭങ്ങളിൽ ലുപ്തോപമ എന്ന് പറയും. ലുപ്തം എന്ന് പറഞ്ഞാൽ ലോപിക്കുക, ഇല്ലാതാവുക, കാണാതാവുക. യത്ര ചതുർണാമപി അവയവാനാം ഉപാദാനം തത്ര പൂർണ്ണോപമ. എവിടെയാണോ 4 ഘടകങ്ങളും പറയുന്നത് അവിടെ പൂർണ്ണോപമയാണ്. യഥാ ഹംസീവ കൃഷ്ണ എന്നുള്ളിടത്ത് ഹംസി ഉപമാനമാണ്, കീർത്തി ഉപമേയമാണ്, സ്വർഗാവഗാഹനം സാധാരണ ധർമ്മമാണ്, ഇവ എന്ന ശബ്ദം എന്താണ്? ഉപമാവാചക ശബ്ദമാണ്. അപ്പൊ 4 വാചകവും 4 ഘടകങ്ങളും വ്യക്തമായിട്ട് പറയുന്നത് കൊണ്ട് അവിടെ പൂർണ്ണോപമയാണ് വരുന്നത്. ഇനി ഈ 4 ഘടകങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം
ഇല്ലാതായാൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ എണ്ണത്തിന്റെ അഭാവത്തിലാണ് ലുപ്തോപമ എന്ന് പറയുന്നത്. ഇനി പൂർണോപമയ്ക്ക് മറ്റൊരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്. ഗുണദോഷൗ ബുധൗ ഗൃണ്ണൻ ഇന്ദുക്ഷ്വേടാവിവേശ്വരഃ ശിരസാ ശ്ലാഘതേ പൂർവം പരം കണ്ഠേ നിയച്ഛതി. പണ്ഡിതൻ ഗുണദോഷങ്ങളെ ചന്ദ്രവിഷയങ്ങളെ ഈശ്വരനെ പോലെ ഗ്രഹിക്കുന്നു. ആദ്യം ചന്ദ്രനെ ശിരസാ ശ്ലാഘിക്കുന്നു, പിന്നീട് വിഷമായതിനാൽ ഗളത്തിൽ കണ്ഠത്തിൽ നിയന്ത്രിക്കുന്നു. ഇവിടെ പണ്ഡിതൻ ഉപമേയമാണ്, ഈശ്വരഃ അല്ലെങ്കിൽ പരമേശ്വരഃ ഉപമാനമാണ്. സാധാരണ ധർമ്മം ഇവ ശബ്ദം ഉപമാവാചകം എന്നിങ്ങനെ 4 ഉപമാ ഘടകങ്ങൾ ചേർന്ന് വന്നാലാണ് പൂർണോപമ വരുന്നത്. ഇനി ലുപ്തോപമയെ പറ്റി വിവരിക്കുകയാണ്. ലുപ്തോപമ തദ്ഭേദാശ്ച. ലുപ്തോപമയും അതിന്റെ ഭേദങ്ങളും. വർണ്യോപമാനധർമാണാം ഉപമാവാചകസ്യ ച ഏകദ്വിത്രിനുപാദാനാത് ഭിന്നാ ലുപ്തോപമ അഷ്ടധ. ലുപ്തോപമ അഷ്ടധ. ലുപ്തോപമ 8 തരത്തിലുണ്ട്. വർണ്യം എന്ന് പറഞ്ഞാൽ ഉപമേയം, ഉപമാനം പറഞ്ഞാൽ അവർണ്യം. വർണ്യം, ഉപമേയം, അവർണ്യം, ഉപമാനം. സാധാരണ ധർമ്മം, ഉപമാവാചക ശബ്ദം. ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും 1, 2, 3 എണ്ണം പറഞ്ഞിട്ടില്ലെങ്കിൽ, പ്രതിപാദിച്ചിട്ടില്ലെങ്കിൽ അവിടെ എന്താണ്? ലുപ്തോപമയായിരിക്കും. ലുപ്തോപമ ആകെ 8 വിധമാണ് ഉള്ളത്. അഷ്ടധ എന്ന് പറഞ്ഞാൽ 8 വിധം. ഒന്നാമത്തെ ലുപ്തോപമ ഏതാണ്? വാചക മാത്ര ലോപാത് വാചക ലുപ്ത. പറഞ്ഞു ഇവ തുടങ്ങിയ ശബ്ദം എന്താണ്? പോലെ എന്നർത്ഥം വരുന്ന ഇവ എന്ന ശബ്ദം എന്താണ്? ഉപമാവാചക ശബ്ദമാണ്. ഈ ഉപമാവാചക ശബ്ദം എവിടെയെങ്കിലും പ്രയോഗിച്ചിട്ടില്ല, ഉപമാലങ്കാരത്തിന്റെ സന്ദർഭത്തിൽ ഇവ എന്ന ഉപമാവാചക ശബ്ദം പ്രയോഗിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ്? വാചക ലുപ്ത ആണ്. രണ്ടാമത്തേത് സാധാരണ ധർമ്മലോപാത് ധർമ്മലുപ്ത. നേരത്തെ കീർത്തിയും ഹംസവും സ്വർഗംഗയിൽ മുങ്ങിക്കുളിക്കുന്നു എന്നാണ് സാധാരണ ധർമ്മം എന്ന് പറഞ്ഞത്. ഈ സാധാരണ ധർമ്മം വ്യക്തമായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ ധർമ്മലുപ്ത എന്നാണ് വരുന്നത്. വാചക ഉപമേയയോഹോ ലോപാത് വാചക ഉപമേയ ലുപ്ത. ഇനി ഉപമാവാചക ശബ്ദവും ഉപമേയവും ഇല്ലെങ്കിൽ എന്താണ്? അവിടെ വാചക ഉപമേയ ലുപ്തയാണ് വരുന്നത്. ധർമ്മവാചകയോഹോ ലോപാത് ധർമ്മവാചക ലുപ്ത. ഈ സാധാരണ ധർമ്മവും ഉപമാവാചക ശബ്ദവും രണ്ടും പ്രതിപാദിച്ചിട്ടില്ല, ആകെ ഉപമാനവും ഉപമേയവും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ അവിടെ ഏതാണ്? ധർമ്മവാചക ലുപ്തയാണ്. ഉപമാന മാത്ര ലോപാത് വാചക ഉപമേയ ലുപ്ത. ഇനി വാചകവും ഉപമേയവും പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ വാചക ഉപമേയ ലുപ്തയാണ് വരുന്നത്. ഉപമാന മാത്ര ലോപാത് ഉപമാന ലുപ്ത. ഇനി ഉപമാന ശബ്ദം കൊടുത്തിട്ടില്ലെങ്കിൽ, പ്രസിദ്ധമായിട്ടുള്ള വസ്തുവിനെ പ്രതിപാദിച്ചിട്ടില്ലെങ്കിൽ അവിടെ ഉപമാന ലുപ്തയാണ്. വാചക ഉപമാനയോഹോ ലോപാത് വാചക ഉപമാന ലുപ്ത. ഉപമാവാചക ശബ്ദവും ഉപമാനവും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്? വാചക ഉപമാന ലുപ്തയാണ്. ഇനി ധർമ്മ ഉപമാനയോഹോ ലോപാത് ധർമ്മോപമാന ലുപ്ത. സാധാരണ ധർമ്മവും ഉപമാനവും പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ ധർമ്മോപമാന ലുപ്തയാണ് വരുന്നത്. ധർമ്മ ഉപമാന വാചകാനാം ലോഭാത് ധർമ്മോപമാന വാചക ലുപ്താച. സാധാരണ ധർമ്മം പറഞ്ഞിട്ടില്ല, ഉപമാനം പറഞ്ഞിട്ടില്ല, ഉപമാവാചക ശബ്ദവും പറഞ്ഞിട്ടില്ല. ഈ 3 എണ്ണവും പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ എന്താണ്? ധർമ്മോപമാന വാചക ലുപ്തയാണ് വരുന്നത്. ഇനി ഈ പറഞ്ഞ ലുപ്തോപമയ്ക്ക് 8 വിധത്തിലുള്ള ലുപ്തോപമയ്ക്ക് എല്ലാം കൂടി ഉദാഹരണങ്ങൾ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുകയാണ്. തടിത് ഗൗരീന്ദു തുല്യാസ്യ
കർപ്പൂരന്തി ദൃശോർമയാ കാന്ത്യാ സ്മരവധൂയന്തി ദൃഷ്ടാ തന്മി രഹോ മയാ യത്തയാ മേളനം തത്ര ലാഭോ മേ യശ്ച തദ്രതേഹേ തദേതത് കാകതാളീയം അവിതർക്കിത സംഭവം. അപ്പോ തടിദിവ പ്രശോഭമാന തന്മി മയാ രഹസി ദൃഷ്ട. മിന്നൽ പോലെ, തടിത്ത് എന്ന് പറഞ്ഞാൽ മിന്നൽ, തടിത് പോലെ, മിന്നൽ പോലെ, പ്രശോഭമാന ശോഭിക്കുന്ന, തന്മി സുന്ദരി, മയാ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അസ്മശബ്ദമാണ്. എന്നാൽ രഹസി ദൃഷ്ട ഏകാന്തമായി, രഹസ്യമായി, തനിച്ച് കാണപ്പെട്ടു. ഞാൻ ഏകാന്തത്തിൽ തനിച്ച് ഒറ്റയ്ക്ക് ഒരു സുന്ദരിയെ കണ്ടു എന്നാണ് പറയുന്നത്. ഇന്ദു തുല്യാസ്യ, ഇന്ദു എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രൻ. ഇന്ദുവിന് തുല്യമായ, ചന്ദ്രന് തുല്യമായ, ആസ്യ മുഖത്തോട് കൂടിയവൾ. ആസ്യം എന്ന് പറഞ്ഞാൽ മുഖം. ചന്ദ്രന് തുല്യമായ മുഖത്തോടു കൂടിയ അവൾ ദൃശോർമമ, മമ ദൃശോഹോ എന്റെ ദൃഷ്ടികൾക്ക്, കർപ്പൂരം ഇവ ആചരന്തി കർപ്പൂരമായിട്ട്, കുളിർമയേകുന്നവളായിട്ട് ആചരിക്കുന്നവളായി, സാ അവൾ, കാന്ത്യ ശോഭയാൽ, കാന്തി എന്ന് പറഞ്ഞാൽ ശോഭ എന്നാണ് അർത്ഥം. കാന്ത്യ ശോഭയാൽ സ്മരവധൂ ഇവ, സ്മരഹ എന്ന് പറഞ്ഞാൽ കാമദേവനാണ്. സ്മരവധൂ എന്ന് പറഞ്ഞാൽ കാമദേവന്റെ പത്നിയായിട്ടുള്ള രതീദേവി, അതിസുന്ദരിയായിട്ടുള്ള രതീദേവി. സ്മരവധൂ ഇവ കാമവധുവിനെ പോലെ, കാമദേവന്റെ പത്നിയെ പോലെ, രതീദേവിയെ പോലെ ആചരിക്കുന്നവളായിരുന്നു. അത്രയും അവളായിരുന്നു. തയാ സഹ അവളുമായിട്ടുള്ള, മമ യത് മേളനം എന്റെ യാതൊരു മേളനമാണോ, തത്ര അത് അവിടെ, ആ വിജനസ്ഥലെ ആ വിജനമായ സ്ഥലത്ത്, സംഭൂതം ഉണ്ടായത്, തത് അത്, കാകതാളീയം ഏവേദി കാകതാളീയം പോലെ, കാക്കയും പനമ്പഴവും എന്ന പോലെ, കാക്കയും വന്നു പനമ്പഴവും വീണു എന്നതുപോലെ. ഇപ്പൊ കാക്കയ്ക്ക് പനമ്പഴം കഴിക്കുവാൻ വളരെ ആഗ്രഹമാണ്, ഇഷ്ടമാണ്. അപ്പൊ കാക്ക വന്നപ്പോഴേക്കും, അത് ആഗ്രഹിച്ചപ്പോഴേക്കും പനമ്പഴം വീണു എന്ന അർത്ഥത്തിലാണ് അവിടെ കാകതാളീയം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? കാക്ക വന്നപ്പോഴേക്കും പനമ്പഴം വീണു, കാക്ക പനമ്പഴം ഭക്ഷിച്ചു. അപ്പോ അത് കാകതാളീയം പോലെ, കാക്കയും വന്നു പനമ്പഴവും വീണു, പനമ്പഴത്തെ കാക്ക ഭക്ഷിച്ചു. ഇതുപോലെ തർക്കിക്കപ്പെടാത്ത സംഭവമായിരുന്നു, അതായത് യാദൃശ്ചികമായി സംഭവിച്ച കാര്യമായിരുന്നു എന്നാണ് അവിടെ പറയുന്നത്. ഇനി അത്ര തടിത് ഗൗരി തന്മി തടിദിവ ഗൗരി ഇത്യർത്ഥഃ. ഇവിടെ തടിത് ഗൗരി മിന്നൽ പോലെ വെളുത്തവൾ എന്ന് അർത്ഥം കിട്ടും. തടിത് ഇവ മിന്നൽ പോലെ, ഗൗരി വെളുത്തവൾ. അത്ര ഇവ ശബ്ദസ്യ ലോപാത്. തടിത് ഗൗരി തന്മി എന്നേ പറഞ്ഞിട്ടുള്ളൂ, തടിത് ഇവ ഗൗരി എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താണ്? ഇവ എന്ന ശബ്ദത്തിന്റെ അഭാവത്താൽ അവിടെ വാചകലുപ്തയാണ് വരുന്നത്. തന്വി ഉപമേയമാണ്, മിന്നൽ സുന്ദരി ഉപമേയമാണ്, തടിത്ത് മിന്നൽ ഉപമാനമാണ്, ഗൗരത്വം അല്ലെങ്കിൽ വെളുപ്പ് എന്താണ്? സാധാരണ ധർമ്മവുമാണ്. പക്ഷെ തടിത് ഇവ തന്മി എന്ന് പറഞ്ഞിട്ടില്ല. ഇവ എന്ന ഉപമാവാചക ശബ്ദം ഉപയോഗിക്കാത്തതിനാൽ ഇത് എന്തിനുള്ള ഉദാഹരണമാണ്? വാചകലുപ്തയ്ക്ക് ഉദാഹരണമാണ് തടിത് ഗൗരി തന്മി എന്നത്. ഇനി ഇന്ദു തുല്യാസ്യ ഇത്യസ്യ ഇന്ദുനാ തുല്യം ആസ്യം യസ്യാഹ സാ ഇത്യർത്ഥഃ. ഇന്ദു തുല്യാസ്യ എന്നതിന് എന്താണ് അർത്ഥം? ചന്ദ്രന് തുല്യമായ മുഖമുള്ളവൾ എന്നാണ് അർത്ഥം. അത്ര ഇവിടെ ഇന്ദുഹു ഉപമാനം. ഇന്ദു എന്താണ്? ചന്ദ്രൻ എന്താണ്? ഉപമാനമാണ്.
ആസ്യം മുഖം എന്താണ്? ഉപമേയമാണ്. തുല്യം എന്ന ശബ്ദം എന്താണ്? ഉപമാവാചക ശബ്ദവുമാണ്. ഇവിടെ എന്തില്ല? സാധാരണ ധർമ്മമായിട്ടുള്ള ശോഭ അല്ലെങ്കിൽ കാന്തി ഇല്ല. അതുകൊണ്ട് ഇവിടെ എന്താണ്? ധർമ്മലുപ്തയാണ് വരുന്നത്. മൂന്നാമത്തേത് എന്താണ്? മമ ദൃശോഹോ എന്റെ കണ്ണുകൾക്ക് കർപ്പൂരന്തി തന്മി ആസീത് സ കർപ്പൂരമായിട്ട് ആചരിക്കുന്നവളാണ്, കുളിർമയേകുന്നവളാണ് അവൾ, ആ സുന്ദരി. കർപ്പൂരത്തെ പോലെ സ കർപ്പൂരം ഇവ ആചരന്തി ഇത്യർത്ഥഃ വിവക്ഷിതഃ. കർപ്പൂരത്തെ പോലെ ആചരിക്കുന്നവൾ എന്നർത്ഥം അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ്? കർപ്പൂരഃ ഉപമാനം, കർപ്പൂരം ഉപമാനമാണ്. തന്വി ഉപമേയം, സുന്ദരി എന്താണ്? ഉപമേയവും ആണ്. കിന്തു പക്ഷേ നേത്രാനന്ദരൂപോ ധർമ്മഃ ഇവ ശബ്ദഃ ച ന ഉപാത്തഃ. അവിടെ എന്നേ പറഞ്ഞിട്ടുള്ളൂ? കർപ്പൂരന്തി തന്വി എന്നേ പറഞ്ഞിട്ടുള്ളൂ. നേത്രത്തിന് ആനന്ദം നൽകുന്നതാണ് എന്ന ധർമ്മമോ ഇവ എന്ന ശബ്ദമോ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെ എന്താണ്? ധർമ്മവാചക ലുപ്തയാണ് വരുന്നത്. സാധാരണ ധർമ്മവും പറഞ്ഞിട്ടില്ല, ഉപമാവാചക ശബ്ദവും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെ ധർമ്മവാചക ലുപ്തം. നാലാമത്തേത് എന്താണ്? കാന്ത്യ സ്മരവധൂയന്തി ഇത്യത്ര എന്നതിന് ശോഭയാ സ്മരവധൂ രതി ഇവ വർത്തമാന ഇത്യർത്ഥഃ. കാന്ത്യ സ്മരവധൂയന്തി എന്നതിന് ശോഭയാൽ കാമവധുവായ രതിയെ പോലെ വർത്തിക്കുന്നവൾ എന്നർത്ഥം അവിടെ പ്രത്യക്ഷമാണ്. അവിടെ പറഞ്ഞിട്ടുണ്ട് അത്ര ഉപമേയ എന്ന് വർത്തതേ. ഇവിടെ ഉപമേയം ഇല്ല. ഏതിനെയാണ് വർണ്ണിക്കേണ്ടത് എന്നത് കൊടുത്തിട്ടില്ല. വാചക ശബ്ദോപിന ഉപമാവാചക ശബ്ദവും കൊടുത്തിട്ടില്ല. ഇവിടെ സ്മരവധു ഉപമാനമാണ്. കാന്തിയുള്ളത് എന്നത് സാധാരണ ധർമ്മമാണ്. എന്ത് പറഞ്ഞിട്ടില്ല? ഉപമേയം കൊടുത്തിട്ടില്ല, ഉപമാവാചക ശബ്ദവും കൊടുത്തിട്ടില്ലാത്തതിനാൽ എന്താണ്? വാചക ഉപമേയ ലുപ്തയാണ് വരുന്നത്. കാന്ത്യ സ്മരവധൂയന്തി തന്വി എന്നായിരുന്നെങ്കിൽ എന്തായിരിക്കും? ഉപമേയവും വരുമായിരുന്നു. പക്ഷെ തന്വി എന്ന പദം കൊടുത്തിട്ടില്ല, ഇവ എന്ന പദവും കൊടുക്കാത്തതിനാൽ ഇവിടെ ധർമ്മ വാചക ഉപമേയ ലുപ്തയാണ് വരുന്നത്. ഇനി അഞ്ചാമത്തേത് നോക്കാം. തത്ര അവിടെ വിജനേ സ്ഥലേ വിജനമായ സ്ഥലത്ത് മേ തത് രതേഹേ ലാഭഃ ഇതി യത് അവിതർക്കിത സംഭവം യാദൃശ്ചികം തദേതത് കാകതാളീയമേവ. തത്ര ആ വിജനമായ സ്ഥലത്ത് എനിക്ക് രതിലാഭം എന്നുള്ളത് അവിതർക്കിതമായ സംഭവമാണ്, അതായത് യാദൃശ്ചികമായ സംഭവമാണ്. അത് കാകതാളീയം തന്നെയാണ്. കാക ആഗമനമിവ താളപതനമിവ കാകതാളം. കാക്കയുടെ ആഗമനം പോലെ താളപതനം, പനങ്കാക്കയുടെ പതനം പോലെയുള്ളതാണ് എന്ത്? കാകതാളം. കാക്കയുടെ ആഗമനം പോലെ താളപതനം പോലെ ഉള്ളതാണ് കാകതാളം. കാകതാളം പോലെ, കാകകൃതമായ താള ഉപഭോഗം പോലെ, കാക്ക പനമ്പഴം ഭക്ഷിച്ചു എന്നതുപോലെ എന്നർത്ഥമാണ് വിവക്ഷിച്ചിട്ടുള്ളത്. ഇവിടെ എന്താണ്? സുന്ദരീ സുരത ലാഭമാണ് ഉപമേയം. ആ സുന്ദരിയുമായിട്ടുള്ള രതിലാഭമാണ് ഉപമേയമായിട്ടുള്ളത് വർണ്ണിക്കേണ്ടത്. അവിതർക്കിത സംഭവമാണ് സാധാരണ ധർമ്മം. കാകതാളീയം എന്ന സ്ഥലത്ത് സാദൃശ്യവാചകവും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താണ് ഇല്ലാത്തത്? ഉപമാനമാണ്. എന്തിനെ വെച്ചാണ് പറയുന്നത് എന്ന് പറയാത്തത് കൊണ്ട് എന്താണ് ഇവിടെ? ഉപമാന ലുപ്തയാണ് വരുന്നത്. അടുത്തത് ആറാമത്തേത്. തത്ര മമ തയാ മേളനം അവിടെ എനിക്ക് അവളുമായിട്ടുള്ള മേളനം എന്ന് പറയുന്നത് എന്താണ്? മമ തത്ര ഗമനം തസ്യാഹ തത്ര ആഗമനം ച അവിതർക്കിത സംഭവം. എൻ്റെ അവിടേക്കുള്ള പോക്കും അവളുടെ അവിടേക്കുള്ള വരവും
അവിതർക്കിത സംഭവമാണ്. ആ സെന്റൻസിൽ തത്ര മമതയാ മേളനം എന്നിടത്ത് എന്താ പറയുന്നത്? എൻ്റെ അവിടേക്കുള്ള പോക്കും അവരുടെ അവിടേക്കുള്ള വരവും എന്താണ്? അവിതർക്കിത സംഭവമാണ്, യാദൃശ്ചികമാണ്. എനിക്ക് അവളുമായിട്ടുള്ള സമ്മേളനം കാക ആഗമന താളപതനം പോലെ അവിതർക്കിത സംഭവമാണ്. യാദൃശ്ചികത്വമാണ് ഇവിടെ എന്ത് വരുന്നത്? സാധാരണ ധർമ്മമായിട്ട് വരുന്നത്. ഇവിടെ വാചക ശബ്ദം പറഞ്ഞിട്ടില്ല, ഉപമാന ശബ്ദവും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വാചക ഉപമാന ലുപ്തയാണ് വരുന്നത്. ഇനി ഏഴാമത്തേത് അവിതർക്കിത സംഭവം ഇത്യത്ര സ്ഥാനേ ഇത്യസ്യ സ്ഥാനേ ഇതി ജാനീഹി ഹേ സഖേ ഇതി പാഠ്യേ സാധാരണ ധർമ്മസ്യ ലോപഃ. ഇനി അവിതർക്കിത സംഭവം എന്നതിന്റെ സ്ഥാനത്ത് അല്ലയോ സഖേ നീ അറിയൂ എന്ന പദത്തിൽ സാധാരണ ധർമ്മത്തിന്റെ ലോപം വരുന്നുണ്ട്. മേ തദ് രതേഹേ ലാഭഃ ഇതി യത് തദേതത് കാകതാളീയം. എനിക്ക് അവളുമായുള്ള രതിലാഭം എന്നത് യാതൊന്നാണോ അത് കാകതാളീയമാണ്. അതുകൊണ്ട് ഇവിടെ എന്താണ്? ധർമ്മ ഉപമാന ലുപ്തയാണ് വരുന്നത്. സാധാരണ ധർമ്മവും പറയുന്നില്ല, ഉപമാനവും പറയുന്നില്ല. മമ തയാ തത്ര മേളനം ഇതിയത് തദേതത് കാകതാളീയം ഇതി കാകാഗമന താളപതന സദൃശം അതഃ ധർമ്മോപമാന വാചകലുപ്ത. എനിക്ക് അവളുമായി അവിടെ മേളനമുണ്ടായി എന്നത് കാകതാളീയം തന്നെ, യാദൃശ്ചികം തന്നെ. കാക്ക വന്നതും താളപതന സദൃശം. അതിനാൽ ഇവിടെ എന്താണ്? ധർമ്മ ഉപമാന വാചകലുപ്തയാണ്. സാധാരണ ആ സെന്റൻസ് കൊടുത്തിട്ടുള്ള മമ തയാ തത്ര മേളനം എന്നിടത്ത് എന്ത് പറഞ്ഞിട്ടില്ല? സാധാരണ ധർമ്മം പറഞ്ഞിട്ടില്ല, ഉപമാനം പറഞ്ഞിട്ടില്ല, ഉപമാവാചക ശബ്ദവും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ധർമ്മ ഉപമാന വാചകലുപ്തയാണ് അവിടെ വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ ഉപമാലങ്കാരത്തെയാണ് ഡിസ്കസ് ചെയ്തത്. അർത്ഥാലങ്കാരമിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഉപമാലങ്കാരം. സാദൃശ്യമൂലകമായിട്ടുള്ള അലങ്കാരമാണ് ഉപമ. 4 ഘടകങ്ങളാണ് ഉള്ളത്: ഉപമാനം, ഉപമേയം, സാധാരണ ധർമ്മം, ഉപമാവാചക ശബ്ദം. ഈ 4 എണ്ണവും ആ അലങ്കാരത്തിൽ വരികയാണെങ്കിൽ, ആ പ്രയോഗത്തിൽ ഒരു കാവ്യത്തിൽ വരികയാണെങ്കിൽ അവിടെ എന്ത് പറയും? പൂർണ്ണോപമ എന്ന് പറയും. ഇതിലേതെങ്കിലും ഒരെണ്ണമോ 2 എണ്ണമോ അല്ലെങ്കിൽ 3 എണ്ണമോ വരാതിരിക്കുകയാണെങ്കിൽ അതിന് എന്ത് പറയും? ലുപ്തോപമ എന്ന് പറയും. അപ്പൊ ലുപ്തോപമ 8 വിധത്തിലുണ്ട്. ആ 8 തരത്തിലുള്ളത് ഏതൊക്കെയാണ് എന്നാണ് പറഞ്ഞത്. അതിനുള്ള ഉദാഹരണങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഓരോന്നും ഇനി ഒന്നുകൂടെ റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അർത്ഥം മനസ്സിലാകും. ഇത്രയും പറഞ്ഞത് വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി.